പഴയ തറവാടുകളിൽ ഉണ്ടാക്കുന്ന അവരുടെ ആ തറവാട്ടിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ പ്രശസ്തി, അവർ ഇപ്പോൾ ഉള്ളവരും അതിന് മുൻപ് ഉണ്ടായിരുന്നവരും ലോകപ്രശസ്തരായി വരെ തീർന്നിട്ടുണ്ട്. ഇപ്പം എല്ലായിടത്തും എല്ലാം കറക്റ്റായിട്ട് പണിയണമെന്നൊന്നുമില്ല. നമ്മളൊരു വിഭാവന ചെയ്ത വീട്ടിൽ നമ്മളിപ്പോൾ അന്നത്തെ സൗകര്യം നോക്കി സാമ്പത്തികം നോക്കി എല്ലാം വീട് പണിത് കഴിയുമ്പോഴായിരിക്കും അതിൻ്റെ ചില കാര്യങ്ങളൊക്കെ അയ്യോ തെറ്റിപ്പോയി എന്ന് പറയും. ഒന്നുകൊണ്ടും പേടിക്കണ്ട. നമസ്കാരം, NBC ജ്യോതിഷം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞങ്ങളിന്നിവിടെ പറയാൻ പോകുന്നത് ജ്യോതിഷവും വാസ്തുവുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മുടെ ഭാരതത്തിൽ അനേകം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നമ്മുടെ ചില ആചാര്യന്മാരല്ല, ലോകത്തിലേക്ക് ഭാരതത്തിലെ ആചാര്യന്മാർ നൽകിയ വലിയ ഒരു വരദാനമാണ് വാസ്തുശാസ്ത്രം. പഴയ തറവാടുകളിൽ ഉണ്ടാക്കുന്ന അവരുടെ ആ തറവാട്ടിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ പ്രശസ്തി, അവർ ഇപ്പോൾ ഉള്ളവരും അതിന് മുൻപ് ഉണ്ടായിരുന്നവരും ലോകപ്രശസ്തരായി വരെ തീർന്നിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലെ വാസ്തു ബേസ് ചെയ്തിട്ടുള്ള കണക്കുകളാണ്. നിങ്ങളിപ്പോൾ താമസിക്കുന്ന വീടിൻ്റെ കോമ്പൗണ്ടിനോ എല്ലാത്തിനും പ്രത്യേകം കണക്കുകളും അതിൻ്റെ ചുറ്റുപാടുമുള്ള വൃക്ഷലതാദികൾ അതിനനുസരിച്ചുള്ള ഊർജം പ്രദാനം ചെയ്യുന്നതായ വീടുകളുടെ ചുറ്റിനും വയ്ക്കുന്ന ചെടികളും ജലാശയങ്ങളും നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങളെ നയിക്കുവാൻ പറ്റുന്നതാകുന്ന രീതിയിലേക്ക് ഞങ്ങൾ വാസ്തുപരമായ മാർഗങ്ങളിലൂടെ ചെയ്തു കൊടുക്കുന്നു. നമ്മൾ എല്ലാവരും കുടുംബ താമസ വ്യവസ്ഥയിലാണ് ജീവിക്കുന്നത്. പഴയ പോലെ കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ നിന്ന് മാറി എല്ലാവരും ഇൻഡിപെൻഡൻ്റ് വീടുകളായി അല്ലെങ്കിൽ ഫ്ലാറ്റുകളായി വൈകുന്നേരം നമ്മളെല്ലാവരും വീട്ടിൽ വന്നിട്ട് താമസിക്കുന്ന ഒരു സ്ഥിതി വിശേഷം. ഇതിനെല്ലാം നമുക്ക് സുഖ സൗകര്യങ്ങൾ എങ്ങനെയെല്ലാം ഉണ്ടാകുന്നു, നമ്മുടെ വീട്ടിലേക്ക് ഊർജപ്രവാഹം വടക്ക് നിന്നും കിഴക്ക് നിന്നും ഉണ്ടാക്കുന്ന അതിനെ വേറൊരു രീതിയിലേക്ക് ചേഞ്ച് ചെയ്യുന്ന പുതിയൊരു ഊർജത്തെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. ഉള്ള ഊർജം ഭൂമി അതിൻ്റെ അച്ചുതണ്ടിൽ വടക്ക് കിഴക്ക് ഭാഗത്തേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കോമ്പൗണ്ടിലേക്ക് കയറി വരുന്ന ഊർജത്തെ, പ്രാണോർജത്തെ നല്ല രീതിയിലുള്ള നമുക്ക് വേണ്ട ജീവിക്കാൻ ഉതകുന്ന രീതിയിൽ ഡിസൈൻ ചെയ്ത് വരുത്തുന്നതാണ് വാസ്തുശാസ്ത്രം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ പല ആചാര്യന്മാരും പല രീതിയിൽ ചെയ്യുന്നുണ്ട്. ഒരു കാര്യം, നമ്മുടെ കേരളത്തിലെ കണക്കുകൾ വെച്ചിട്ട് കോലും അങ്കുലവും ആണെങ്കിൽ മറ്റ് കേരളത്തിന് വെളിയിൽ മനയടി ശാസ്ത്രം ഫീറ്റ് കണക്കാക്കി, അടി കണക്കാക്കി ചെയ്യുന്നുണ്ട്. നമ്മളിവിടെ എന്ത് നോക്കിയാലും കുറ്റിയും കോലും അത് മാത്രമായിട്ട് മാറിയ ഒരു അവസ്ഥാവിശേഷം. ഇത് മാത്രമല്ല, നമുക്ക് വേണ്ടത് അതിനകത്തുള്ള ഓരോ ഭാഗങ്ങളിലും വേണ്ട വായു, ജലം, മറ്റ് കാറ്റ്, വെളിച്ചം ഇതെല്ലാം നമുക്ക് കിട്ടണം. ഒരു ചുറ്റ് മാത്രം കൊണ്ട്, അല്ലെങ്കിൽ ചുറ്റിൽ പെട്ടുപോയി, അല്ലെങ്കിൽ ചുറ്റിൽ പിണഞ്ഞു പോയി, അല്ലെങ്കിൽ ചുറ്റിൽ പിഴച്ചു പോയെന്ന് മാത്രം കൊണ്ട് നമുക്കൊരു ദോഷവും വരികില്ല. എന്നാൽ നല്ല ചുറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു സമയദോഷങ്ങളും ശനിദോഷങ്ങളും മറ്റ് ദോഷങ്ങളും ഒക്കെ ഒരു പരിധിവരെ ഈ വാസ്തുവിൻ്റെ കറക്ഷൻ കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റും. ശരിക്കും നമുക്ക് നല്ല ഒരു അന്തരീക്ഷം, ഒരു നല്ല വീട്ടിൽ താമസിക്കുമ്പോൾ നല്ല ഒരു സർക്കംസ്റ്റാൻസസ്, നല്ലൊരു സാമ്പത്തിക അഭിവൃദ്ധി, അല്ല സാമൂഹിക ഉന്നമനം, പ്രശസ്തി, ഇതെല്ലാം നേടിയെടുക്കാൻ പറ്റും. നിങ്ങളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. എല്ലായിടത്തും എല്ലാം കറക്റ്റായിട്ട് പണിയണമെന്നൊന്നുമില്ല. നമ്മളൊരു വിഭാവന ചെയ്ത വീട്ടിൽ നമ്മളിപ്പോൾ അന്നത്തെ സൗകര്യം നോക്കി സാമ്പത്തികം നോക്കി എല്ലാം വീട് പണിത് കഴിയുമ്പോഴായിരിക്കും അതിൻ്റെ ചില കാര്യങ്ങളൊക്കെ അയ്യോ തെറ്റിപ്പോയി എന്ന് പറയും. ഒന്നുകൊണ്ടും പേടിക്കണ്ട. നമുക്ക് ചെറിയ കറക്ഷൻസ് വരുത്തി ആ തെറ്റുകളിൽ നിന്ന് നിങ്ങൾക്ക് വെട്ടിപ്പൊളിക്കലില്ലാതെ, കൂട്ടിച്ചേർക്കലുകളില്ലാതെ ചെയ്യാൻ പറ്റും. ഇത് വാസ്തുശാസ്ത്രത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. അതിനെ ദുരുപയോഗം ചെയ്യുന്ന കുറേ അധികം ആൾക്കാരുണ്ട്. മൊത്തം വെട്ടിപ്പൊളിച്ച് കഴിയുമ്പോൾ ഞങ്ങളിലേക്കുള്ള നിങ്ങളുടെ ഒരു ഇത് വാസുക്കാരൻ വന്നു കഴിഞ്ഞാൽ അത് വെട്ടിപ്പൊളിച്ച് കളയോ എന്നൊരു തോന്നൽ വരെ വന്ന അവസ്ഥയുണ്ട്. അതല്ലെങ്കിൽ കുറെ പൂജ ചെയ്യിക്കുക, ഇതൊന്നും അല്ലാതെയുള്ള രീതിയിലൂടെ നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങളുടെ വീടിനെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും.
നിങ്ങളെല്ലാവരും വളരെ സന്തോഷത്തോടു കൂടി സമൃദ്ധിയിലേക്ക് ഉള്ള ഒഴുക്കിൽ ജീവിക്കട്ടെ എന്ന് ഞങ്ങൾ NBC ജ്യോതിഷം നിങ്ങളെല്ലാവരെയും ആശംസിക്കുന്നു. നിങ്ങൾക്ക് വേണ്ട എല്ലാ നിർദ്ദേശങ്ങളും ഞങ്ങൾ ഈ ചാനലിലൂടെ തരുന്നതാണ്.